Radio Lime News Update. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ലണ്ടനിൽ നടന്ന വ്യോമയാന മേഖലയിൽ വൻ തട്ടിപ്പ്. ബ്രിട്ടീഷ് കോടതി കർശന ശിക്ഷ വിധിച്ചു. ബ്രിട്ടനിലെ AOG ടെക്നിക്സ് കമ്പനിയുടെ ഡയറക്ടറായ ഹോസെ അലക്സാൻഡ്രോ സമോറ ഇറാലയ്ക്കാണ് 4 വർഷവും 8 മാസം തടവും ശിക്ഷ ലഭിച്ചത്. 2019 മുതൽ 2023 വരെ വ്യാജ വിമാന ഭാഗങ്ങൾ വിൽപ്പന നടത്തി കോടികൾ സമ്പാദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായിട്ടാണ് നടപടിക്ക് കാരണമായത്. വീടിനോട് ചേർന്ന ഗ്യാരേജിൽ ഇരുന്ന് ലോകത്തിലെ പ്രമുഖ വിമാന കമ്പനികളെ ഇയാൾ കബളിപ്പിക്കുകയായിരുന്നു. പീറ്റർ മാൻഡൽസൺ പദവി ദുരുപയോഗം ചെയ്തെന്ന സംശയത്തിൽ ദുഷ്പ്രവർത്തന സമയത്തിൽ അറസ്റ്റിലായത് മണിക്കൂറുകൾക്കകം ജാമ്യത്തിൽ വിട്ടയച്ചതായി മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. തിങ്കളാഴ്ച കാംഡനിലെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് വാൻസ്വർത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത ശേഷമാണ് ജാമ്യം അനുവദിച്ചത്. സർക്കാർ മന്ത്രിയായിരുന്ന കാലത്ത് വിപണിയെ ബാധിക്കുന്ന അത്യന്തം രഹസ്യ വിവരങ്ങൾ മരിച്ച കുറ്റവാളിയെ ജെഫ്രി എപ്സ്റ്റീന് കൈമാറിയെന്നാരോപിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. വിൽറ്റ്ഷെയർ, കാംഡൻ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയതായി പോലീസ് വ്യക്തമാക്കി. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഇലക്ട്രോണിക് സന്ദേശരേഖകളിൽ മുൻ പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൗണിന്റെ ഉപദേഷ്ടാവായ നിയമപരമായ വിലയിരുത്തലുകളും 2010 യൂറോ സാമ്പത്തിക രക്ഷാ പദ്ധതി പ്രഖ്യാപനത്തിന് മുമ്പുള്ള വിവരങ്ങളും എപ്സ്റ്റീനുമായി പങ്കുവച്ചതായി സൂചനയുണ്ട്. ഫെബ്രുവരി 2025 അമേരിക്കയിലെ ബ്രിട്ടീഷ് അംബാസിഡറായി നിയമിതനായിരുന്ന മാൻഡൽസൺ എപ്സ്റ്റീനുമായുള്ള അടുപ്പം സംബന്ധിച്ച പുതിയ വിവരങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് സെപ്റ്റംബറിൽ പദവിയിൽ നിന്നും നീക്കപ്പെട്ടിരുന്നു. ബോണ്ട് സിമന്റ് ക്ഷാമത്തിന് പരിഹാരം കണ്ടെത്തിയതായി NHS ഇംഗ്ലണ്ട് അറിയിച്ചു. അസ്ഥി ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക മെഡിക്കൽ പദാർത്ഥമാണ് ബോണ്ട് സിമന്റ്. പ്രധാനമായും മുട്ട്, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് കൃത്രിമ സംയോജക ഭാഗങ്ങളെ അസ്ഥിയോട് ഉറപ്പിച്ച് ഘടിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇത് സാധാരണയായി പോളി മെതാക്രിലേറ്റ് എന്ന രാസ സംയുക്തത്തിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. പ്രധാന വിതരണക്കാരൻ ഉൽപാദനം തടസ്സം നേരിട്ടതിനെ തുടർന്ന് മുട്ട്, ഇടുപ്പ് മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ കഴിഞ്ഞ ആഴ്ച ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അടിയന്തര ശസ്ത്രക്രിയകൾക്കും ഗുരുതരാവസ്ഥയുള്ള രോഗികൾക്കും മുൻഗണന നൽകുവാനായിരുന്നു തീരുമാനം. എന്നാൽ പുതിയ വിതരണക്കാരനെ കണ്ടെത്തുകയും മറ്റൊരു കമ്പനി വിതരണം വർദ്ധിപ്പിക്കുവാനും സമ്മതിച്ചതോടെ പ്രതിസന്ധി നിയന്ത്രണത്തിലായതായി അധികൃതർ അറിയിച്ചു. ഇനി നാട്ടിലെ വാർത്തകൾ. ജാർഖണ്ഡിലെ ഛത്ര ജില്ലയിലെ സിമാറായയിൽ തകർന്നു വീണ എയർ ആംബുലൻസിന് ബ്ലാക്ക് ബോക്സ് ഇല്ലെന്ന് അധികൃതർ. വ്യോമയാന നിയമപ്രകാരം 5700 കിലോയ്ക്ക് താഴെ ഭാരമുള്ള വിമാനങ്ങൾക്ക് കോക്പിറ്റ് വോയിസും റെക്കോർഡും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും നിർബന്ധമില്ലെന്ന് അധികൃതർ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു. ഇത് അന്വേഷണത്തിന് വെല്ലുവിളിയാണെന്നാണ് പറയുന്നത്. 7 പേരാണ് അപകടത്തിൽ മരിച്ചിരുന്നത്. എയർ ട്രാഫിക് കൺട്രോളറുമായിട്ടുള്ള ആശയവിനിമയം പരിശോധിച്ചും ദൃക്സാക്ഷികളുടെ മൊഴികളും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. തകർന്ന വിമാനത്തിൽ കാലാവസ്ഥ റഡാർ കൃത്യമായി പ്രവർത്തിച്ചിരുന്നു എന്നും അന്വേഷിച്ചു വരികയാണ്. വിമാനം തകർന്നു വീണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അശ്ലീല ഉള്ളടക്കം സംപ്രേഷണം ചെയ്തതിന് 5 OTT പ്ലാറ്റ്ഫോമുകളെ വാർത്താ വിതരണ മന്ത്രാലയം നിരോധിച്ചു. മൂഡെക്സ്, VIP, കോയൽ, പ്രൊപ്ലോ, ഡിജിമൂവി പ്ലക്സ്, ഫീൽ ജുഗ്നു എന്നീ പ്ലാറ്റ്ഫോമുകളെയാണ് നിരോധിച്ചത്. അശ്ലീലവും മോശവുമായ ഉള്ളടക്കങ്ങൾ സംപ്രേഷണം ചെയ്തതിന് കഴിഞ്ഞ വർഷം ജൂലൈയിലും ആപ്പുകളും വെബ്സൈറ്റുകളും കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു. IT ചട്ടങ്ങൾ അനുസരിച്ച് ഇത്തരം പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള പ്രവേശനം തടയുവാൻ സർക്കാർ ഇന്റർനെറ്റ് സേവന ദാതാക്കൾക്ക് നിർദ്ദേശം നൽകാം. IT ആക്ടിന്റെ സെക്ഷൻ 69A പ്രകാരം ഓൺലൈൻ ഉള്ളടക്കങ്ങൾ തടയുവാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട്. കഴിഞ്ഞ വർഷം 25 ആപ്പുകൾക്കെതിരെയാണ് നടപടിയെടുത്തത്. സംസ്ഥാനം പേരുമാറ്റുമ്പോൾ തരൂർ പറയുകയാണ്, കേരള എന്ന പേര് മാറ്റി കേരളം എന്നാക്കുമ്പോൾ അത് നല്ലതാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷാ പ്രേമികൾക്കായി ഒരു ചോദ്യമുണ്ട്. പുതിയ കേരളം എന്ന പേരിനൊപ്പം കേരളീയരെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്ന കേരളൈറ്റ്, കേരളൻ എന്നീ പദങ്ങൾക്ക് പകരം ഇനി എന്ത് സംഭവിക്കും? കേരളമൈറ്റ് എന്ന് കേൾക്കുമ്പോൾ ഒരു സൂക്ഷ്മജീവിയെ പോലെയും കേരളമിയൻ എന്നത് ഒരു അപൂർവ ധാതുവിനെ പോലെയും തോന്നാം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആവേശമുണ്ടാക്കുവാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുതിയ പദങ്ങൾ കണ്ടെത്തുവാൻ ഒരു മത്സരം തന്നെ നടത്തുന്നത് നന്നായിരിക്കും. തരൂർ ഇങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇനി കായിക വാർത്തകൾ. 2020 ലോകകപ്പ് സൂപ്പർ 8 2ാം വിജയവുമായി സെമിഫൈനൽ ഉറപ്പിച്ച് ഇംഗ്ലണ്ട്. 2026 ലോകകപ്പ് സെമിയിലെത്തുന്ന ആദ്യ ടീമാണ് ഇംഗ്ലണ്ട്. പാകിസ്ഥാനെതിരെ 2 വിക്കറ്റ് വിജയമാണ് ഇംഗ്ലണ്ട് നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഉയർത്തി 165 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 19.1 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. തോൽവി വഴങ്ങിയതോടെ 2 മത്സരങ്ങൾ പൂർത്തിയാക്കിയ പാകിസ്ഥാന് സെമിയിലെത്തുവാനുള്ള സാധ്യതകൾ ചുരുങ്ങി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 122.97 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.